കൊല്ലം പുന്നലയിൽ കടശ്ശേരിയിൽ വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന 18 വയസ്സുകാരൻ രാഹുലിനെ കാണാതായിട്ട് 5 വർഷം പിന്നിടുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ അന്വേഷണ സംഘം. മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ നിറകണ്ണുകളോടെ അവർ രണ്ടുപേർ. പുന്നല കടശ്ശേരി മുക്കലമ്പാട്ട് ലതിക വിലാസത്തിൽ രാഹുൽ എന്ന 18-കാരനെ കാണാതാവുന്നത് 2021 പോലീസിന്റെ അന്വേഷണവും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും രണ്ടും ഇഴഞ്ഞു നീങ്ങുകയാണ്. മകന്റെ തിരോധാനത്തിൽ പ്രായമായ ആ മാതാപിതാക്കൾ സഹായം അഭ്യർത്ഥിച്ച കയറിയിറങ്ങാത്ത വാതിലുകൾ ഇല്ല എന്ന് തന്നെ പറയാം. അവനെ ഒന്ന് കണ്ടിട്ട് മരിക്കണം, ആ സ്വപ്നമാണ് അവന്റെ അമ്മ ന്യൂസ് 18 പങ്കുവച്ചു. നൂലോട്ട് എന്തോ നടപടിയാണ് ഉണ്ടാവുന്നത്? അവര് കൂടെ ഇവിടെ വന്ന് ചോദിക്കും, എന്നിട്ട് പറയാം ഞങ്ങളെ കൊന്നു കുഴിച്ചിട്ടാണ്. പോലീസുകാർ പറഞ്ഞിട്ടില്ല ഇതുവരെ, നാട്ടുകാർ പറയുന്നതെല്ലാം അങ്ങനെയൊക്കെയാ പറയുന്നത്. ആ ഇടയ്ക്കൊക്കെ പറയുന്നത്, ഇപ്പൊ പിന്നെ ആരും അങ്ങനെ പറയുന്നില്ല. പോലീസുകാർക്കും സംശയം ഉണ്ടായിരുന്നു, ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ കനട്ടയിലും അവിടെ ഇവിടെ എല്ലാം വന്ന് നോക്കി വരും. അതൊക്കെ ഈ നാട്ടുകാർ പറഞ്ഞു കൊടുത്തതാ, കൊന്നു കുഴിച്ചിട്ടും വെച്ച് പിന്നെ ഞങ്ങളെ ഇവിടെ താഴത്തെ പെരയുടെ കക്കൂസിന്റെ സ്ലാബൊക്കെ ഒന്ന് ഇളക്കി. ഞാൻ പറഞ്ഞു എവിടെ ഇളക്കാൻ പറഞ്ഞു. എന്റെ മൂത്ത മോൻ പറഞ്ഞു നിങ്ങൾ രണ്ടു കൂടി ഇരുന്നോന്ന് ഇറങ്ങി വന്നേക്കരുതെന്ന് പറഞ്ഞു. അവരെന്തോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു മക്കളെ കൊന്നും വെച്ച് ഇപ്പൊ ഇത്രയും വർഷമായപ്പോ ഇത് തെളിയാതിരിക്കുമോ കേസ്? നമ്മുടെ മനസ്സിൽ എന്താ ഒരു പ്രതീക്ഷ? എന്റെ മനസ്സിനകത്ത് എപ്പോഴെങ്കിലും ജീവനോട് എവിടെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ്. അല്ല നമ്മളെന്താ പ്രതീക്ഷിക്കാന്? കൂട്ടുകെട്ട് അങ്ങനെ എല്ലാവരോടും ഒരുപാട് കൂട്ടുകെട്ടൊന്നും നമ്മുടെ അറിവിലില്ല. പിടിച്ചോണ്ട് പോയി എന്തോ ചെയ്യാനാ? അങ്ങനെ പിടിച്ചോണ്ട് പോയ സംശയമൊന്നുമില്ല. അത് ആരെയോ കൂടെ ഇറങ്ങി പോയതാ ഇവിടുന്ന്. അവര് വിളിച്ചോണ്ട് പോയതാ, അവന്റെ കൂടെ ഉള്ള ചെറുക്കന്മാരായിരുന്നു. അങ്ങനെ എന്റെ സംശയം മൊത്തം. ഇവിടുന്ന് മിസ്സിംഗ് ഒന്നും ആയിട്ടൊന്നും ഇല്ല. ഇവിടം കഴിഞ്ഞ് ഇവരൊക്കെ കൂട്ടുകാരുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും. ഒരു ഡ്രസ്സും ഇല്ല, ഒരു കയ്യില് മാത്രമേ ഉള്ളൂ. കയ്യില് കൊണ്ട് ഫോണുണ്ട്, അല്ലാതെ ഉടുപ്പൊന്നും കൊടുത്തിട്ടില്ല. മികച്ച മാർക്കോടെ +2 ജയിച്ച രാഹുൽ അവൻ ഉന്നത പഠനത്തിനായി അപേക്ഷ നൽകുവാൻ അന്ന് സർട്ടിഫിക്കറ്റുകളൊക്കെ അടുക്കി വെച്ച രാത്രിയാണ്. പിറ്റേന്ന് രാവിലെ വില്ലേജ് ഓഫീസിൽ പോകാൻ അമ്മയുടെ സഹായവും അവൻ ആവശ്യപ്പെട്ടിരുന്നു. രാത്രി ഏതാണ്ട് 9:30 ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു അന്ന് രാഹുൽ. ഈ മകൻ കട്ടിലിൽ കിടന്നുറങ്ങുന്നത് കണ്ട ശേഷമാണ് രാത്രി 10:30 മണിയോടുകൂടി ഈ തൊട്ടടുത്തുള്ള കൃഷിയിടത്തിൽ കാവലിനായി പോയ അച്ഛന്റെ അടുക്കിലേക്ക് ഈ അമ്മ പോകുന്നത്. പുലർച്ചെ തിരികെ എത്തുമ്പോൾ രാഹുലിനെ കട്ടിലിൽ കാണുന്നില്ല. അപ്പോൾ ഈ പ്രാഥമിക കൃത്യങ്ങൾക്കൊക്കെയായി പുറത്തേക്ക് എവിടെയെങ്കിലും പോയതാണ് എന്നാണ്. അവർ ചെറിയ വീടാണ്, അപ്പം അതിന് സൗകര്യമൊക്കെ കുറവാണ്. അങ്ങനെ കരുതി ആദ്യം ആ മാതാപിതാക്കൾ. മണിക്കൂറുകൾ കഴിഞ്ഞു, വിവരമില്ല. ഒടുവിൽ മൊബൈൽ ടവർ സിഗ്നൽ ലഭ്യമാകുന്ന സ്ഥലങ്ങളിലെല്ലാം മൊബൈലിനെ റിങ് ചെയ്ത് പരിശോധിക്കുകയും ചെയ്തു. പക്ഷെ ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. നാട്ടുകാരും കൂടി പരിശോധനയ്ക്ക് തെരച്ചിലിന്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒടുവിൽ പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പത്തനാപുരം പോലീസിൽ ആ കുടുംബം മകനെ കാണാനില്ല എന്നുള്ള പരാതി നൽകുന്നത്. മോനെ കാണാതെ പരാതി കൊടുത്തിട്ടുണ്ട്. DGPക്ക്, അതുപോലെ മുഖ്യമന്ത്രിക്ക്, സ്റ്റേഷനിലും ക്രൈംബ്രാഞ്ചിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് എല്ലായിടമൊക്കെ പോകും, വന്ന് തിരിച്ചു ഇവിടെ വരിക, വന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിക്കും എന്തോ എന്നുള്ളത്. ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ ഞങ്ങളെന്തോ പറയുന്നത് ഞങ്ങൾ തന്നെ പറയാൻ പറ്റുള്ളൂ. അവരല്ലേ നോക്കേണ്ടത്, നോക്കി അതെന്തുവാന്നുള്ള വലിയ തീരുമാനിക്കും. ഇപ്പം നമ്മൾ എങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടത്ര വലിയ ശിക്ഷയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ആരും കാണാനും വിളിക്കാനും ഒന്നും നമ്മൾ അങ്ങനെ ഇരിക്കുക. ആരും വരുന്നത് പരീക്ഷയെന്ന് പറഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞ് ഇപ്പം പാസ്സായി. പിന്നെ അയാള് പിന്നെ വേറെ എന്തോ എഞ്ചിനീയറിങ്ങിനോ അയാളിന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയാൽ പറഞ്ഞു അതിൽ അങ്ങനെ പോയിക്കോട്ടെ എന്ന് അവരമ്മയും മോനും കൂടെ ഇവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് പേപ്പറെല്ലാം എടുത്ത് വെച്ച് പറ്റിയ വിദ്യാർത്ഥിയിൽ അങ്ങോട്ട് പേപ്പർ കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാൻ എക്കാലും ഒരു ചേർക്കുന്നുണ്ട്. അവരുടെ കൂട്ടുകാരിച്ചിട്ട് ഇവർ രണ്ടോടെ പാടും പറഞ്ഞൊക്കെ ഇരുന്നതാണ്. അതുകൊണ്ട് 10-11 മണിയായി കാണും കിടന്നു പറഞ്ഞു.
അതാ ഇതെല്ലാം ചെടി വന്ന് ഞങ്ങളെ തുടങ്ങി വെളുപ്പിന് ഞാൻ ഇല്ല വെട്ടാൻ പോകണം. അങ്ങനെ 5 മണിയാകുമ്പോൾ ഞങ്ങളൊന്ന് പോയി കാപ്പിയൊക്കെ ഇട്ടെടുത്ത് ഞാൻ കുടിച്ചിട്ട് ഞാൻ പോകും. എന്നിട്ട് വേറെ താഴെ കണ്ടെത്തി വന്ന് ഇവിടെ വെട്ടുണ്ടാക്കി താഴെ അവിടെ നിന്ന് അവനെ കണ്ടില്ല. അവൻ രാവിലെ എണ്ണിച്ച് അങ്ങോട്ട് പോയത്. ഞാൻ പറഞ്ഞ പോയിട്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു ഇത് ഒരു 10 മണിയായിട്ട് നടന്ന വലിയ ചെറുക്കൻ വന്ന് ഇറങ്ങിയപ്പോൾ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ വലിയ കേട്ടത് സ്വഭാവമുണ്ട്. അവിടെ ചെന്ന് അങ്ങനെ ഓരോരുത്തരൊക്കെ ചോദിച്ചു, കണ്ടില്ല. ഫോൺ ഉണ്ടായിരുന്നോ? വിളിച്ചു നോക്കിയായിരുന്നു? അപ്പോൾ ഞാൻ വിളിച്ചപ്പം സ്വിച്ച് ഓഫാ. അങ്ങനെ പിന്നെ കണ്ടില്ല. പിന്നെ അവസാനം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഒക്കെ ഇറങ്ങി. പിന്നെ എല്ലാവരും ഒക്കെ കൂടി രാത്രി അവസാനം എത്ര മണിക്ക് അമ്മ അവരെ കാണുന്നു? കാരണം ഒരു 10-11 മണിയായി. അവർ രണ്ടുപേരും കൂടെ വിളിച്ചോണ്ട് പിരിയുമ്പോൾ നല്ല ചെടി കിടക്കുക. അമ്മയും മോനും മാത്രമേ അവർ രണ്ടുപേരും മറ്റേ കാലേ. പത്തനാപുരം പോലീസാണ് ആദ്യം ഈ കേസ് അന്വേഷിക്കുന്നത്. അതൊരു വനത്തോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ വന്യമൃഗ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് ആദ്യ ശ്രമം നടത്തിയത്. അങ്ങനെ വനപ്രദേശത്ത് പരമാവധി പരിശോധന നടത്തി. ആ കാണാതാകുന്ന സമയത്ത് രാഹുൽ ഉപയോഗിച്ചിരുന്നത് ഒരു കൈലി മാത്രമാണ്. ആ കൈലിയും ചെരുപ്പും മാത്രമാണ് അവൻ ആ സമയത്ത് ധരിച്ചിരുന്നത്. ഇതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഈ വനത്തിൽ നിന്നും ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ആദ്യം പരിശോധനയ്ക്കെത്തി. അതായിരുന്നു ലക്ഷ്യം. ലോക്കൽ പോലീസിന്റെ അന്വേഷണം എങ്ങും എത്താതെ പോകുന്ന സാഹചര്യത്തിലാണ് അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യപ്രകാരം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. അങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. രാഹുലിന്റെ സുഹൃത്തുക്കളെയും പരിസരവാസികളെയും പലവട്ടം ചോദ്യം ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കണ്ടെത്തിയ 18 വയസ്സ് പ്രായം തോന്നുന്ന പുരുഷ മൃതദേഹങ്ങളുമായി DNA പരിശോധനയൊക്കെ നടത്തി ഒത്തുനോക്കാൻ ശ്രമിച്ചു. അവിടെയും പരാജയമാണ്. മൊബൈൽ ടവർ പരിശോധനയിൽ ലഭ്യമായത് ഈ രാഹുലിന്റെ വീടിന് തന്നെ സമീപത്തുള്ള ആ മൊബൈൽ ടവർ ലൊക്കേഷനാണ്. ആ ടവർ ലൊക്കേഷനിൽ വെച്ച് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ സൈബർ സെല്ലിനും കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുന്നില്ല. രാഹുലിനെ കണ്ടെത്താനായി പോലീസ് പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസ് അതിപ്പോഴും നിലവിലുണ്ട്. ഇതിനിടയിൽ നേരത്തെ അമ്മ സൂചിപ്പിച്ചതുപോലെ ചില നാട്ടുകാർ പറഞ്ഞത് പ്രകാരം ആ അന്വേഷണം മാതാപിതാക്കളുടെ നേരെ നീണ്ടു. സംശയത്തിൽ അവരെയും ചോദ്യം ചെയ്തു ദിവസങ്ങളോളം. അവർ കൊന്നുകുഴിച്ചു കൂടി എന്നായിരുന്നു ചില നാട്ടുകാർ പോലീസിനോട് പറഞ്ഞത്. ഇതിന്റെ ഭാഗമായി അവരുടെ വീട്ടിലെ കിണർ, സെപ്റ്റിക് ടാങ്ക് ഇവയൊക്കെ ഉൾപ്പെടെ ഇളക്കി പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എല്ലാ പ്രതീക്ഷയും തകർന്ന മട്ടിലാണ് രക്ഷിതാക്കൾ. രാഹുലിന്റെ ഓർമ്മകളുമായി അവർ കണ്ണീരുണങ്ങാതെ കഴിയുകയാണ്. ഏറ്റവും പ്രധാനം 5 വർഷമായിട്ടും ഒരു തുമ്പ് പോലും കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിനോ പോലീസിനോ സാധിച്ചില്ല എന്നുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.